സഭാപ്രസംഗി അധ്യായം 6. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. സൂര്യൻ്റെ കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മ ഉണ്ട്. അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും ബഹുമാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിന് ഒന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിക്കുവാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. അവന് ശേഷം ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. അത് മായയും വല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറിയ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സായിരിക്കുകയും ചെയ്തിട്ടും അവൻ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ അകാല പ്രജ അവനേക്കാൾ നന്ന് എന്ന് ഞാൻ പറയുന്നു. അവൻ മായയിൽ നിന്ന് വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അവന്റെ പേര് അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു. സൂര്യനെ അവൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. മറ്റവനേക്കാൾ അധികം വിശ്രമം അവനുണ്ട്. അവൻ 2000 ആണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാം ഒരു സ്ഥലത്തേക്കല്ലയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമെല്ലാം അവന്റെ വായ്ക്കു വേണ്ടിയാകുന്നു, എങ്കിലും അവന് സ്വയം മതിയാകുന്നില്ല. മൂഢനേക്കാൾ ജ്ഞാനിക്ക് എന്ത് വിശേഷതയുള്ളൂ? ദരിദ്രനും ജീവനിലേക്ക് പോകാനറിയാം. മനസ്സിന്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അത് മായയും വൃഥാ പ്രയത്നവും അത്രേ. മുമ്പുണ്ടായിരുന്നത് പേർ വിളിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. അത് മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നു. അവൻ അവനേക്കാൾ ബലവാനായവനോട് പോരാടുവാൻ സാധ്യമല്ല. മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് എത്ര വർദ്ധിച്ചാലും മനുഷ്യന് എന്ത് ലാഭം? മനുഷ്യന്റെ ജീവകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന വ്യർത്ഥമായ ആയുഷ്കാലത്ത് അവന് എന്താകുന്നു നല്ലത് എന്ന് ആർക്കറിയാം? അവന്റെ ശേഷം സൂര്യനു കീഴെ എന്ത് സംഭവിക്കും എന്ന് മനുഷ്യനോട് ആരറിയിക്കും? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.